ഹായ് ഫ്രണ്ട്സ്, പപ്പിയാണ്. അപ്പോൾ നമ്മളിന്ന് മംഗലത്തിലേക്കാണ് പോകണ്ട. മംഗലത്തിലെ പടിഞ്ഞാറേത. അപ്പോൾ അതെല്ലാം പറ്റിക്കിടക്കുക. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എങ്ങോട്ട് പോകണമെന്ന് ലക്ഷ്യമില്ല. അപ്പോൾ നമ്മൾ മംഗലത്തിൻ്റെ പടിഞ്ഞാറ ചെറിയ പാടമുണ്ട്. അപ്പോൾ അവിടെയായിരുന്നു ഇന്നലെ ഞാൻ കൊഞ്ച് നിർത്തിയത്. അപ്പോൾ ഇന്ന് അവിടെ നല്ല ഉറവയായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്കിന്നത് ഇവിടെ ഒരു വളവുണ്ട്. ആ വളവ് ശകലം റിസ്ക് വളവാണ് കേട്ടോ. അപ്പുറത്തുനിന്നൊരു വലിയ വെള്ളം വന്നാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായി വരും. വലിയ മീനെന്തോ അഴിച്ചത് കേട്ടോ. ഇപ്പം കൃഷിയുള്ള കേട്ടാ. ഇത് ഉജിമട കൂനാമ്പ് ഇപ്പറ ചെമ്പിപ്പാറ ഇപ്പുറത്ത് ഇതിനിടയ്ക്കുള്ള തോട്ടിക്കിട. നമ്മൾ ഈ തോട് നേരെ കയറി ഇറങ്ങുന്നതാണ് വേണാട്ടുകാർ. രാവിലെ നല്ല ചൂണ്ടയിട്ട് പോകട്ടോ. നമ്മുടെ പൊക്ക പ്രദേശത്തൊക്കെ നമ്മുടെ ഒരു വീട്ടിൽ ഒരു സൈക്കിള്, ഒരു വീട്ടിൽ ഒരു ബൈക്ക് എന്ന് പറയുന്നതാണ് കേട്ടോ. നമ്മുടെ ഈ കുട്ടനാടൻ മേഖലയിൽ എല്ലാ വീടുകളിലും ഓരോ വള്ളമുണ്ട്. ഇവർക്ക് വള്ളം ഉണ്ടെങ്കിൽ എന്ത് കാര്യത്തിനായാലും നമുക്ക് ടൗണിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ചെമ്പിത്തോടിൻ്റെ നടുക്കൂടെ റോഡ് കിടപ്പുണ്ട്. പക്ഷേ നമുക്ക് 1-2 പാലങ്ങൾ വരാം. 1-2 പാലം വന്നാലേ വണ്ടിയൊക്കെ ഓടി വരത്തുള്ളൂ. ഈ കടത്ത് കയറി വേണം ഇവർ വരാനായി. നമ്മളെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ ചേട്ടായിയൊക്കെ നമ്മുടെ തൊട്ട് പുറകെ ഉണ്ട്, ശ്രീകുമാറൊക്കെ. ഇന്നലെ നോക്കി ഇതിൻ്റെ അകത്താ കേട്ടോ. കരിമീൻ കാണും, അതിന് കണ്ടത്തിൽ കാണാം ഒന്നും പറയാൻ. പക്ഷേ ഇത് തന്നെ ചെമ്മീൻ ചാടിച്ചാടി ചെമ്മീൻ ചത്തുമായി കിടക്കുന്ന കിടപ്പുണ്ട്. എത്ര ചെമ്മീനാന്ന് ഇതന്നെ. എന്തോ വല വന്നു കുറുവേ അടിയില്ല. ലൂസിട്ട് ഇവിടെ ലൂസില്ല. വല വരാൻ കട്ടിയാണെങ്കിൽ പറയണം. ഇവിടെ കല്ലാലാട്ടെ. ചെമ്മീനല്ല ഈ ഒലിപ്പുള്ള സ്ഥലത്തോട്ട് നിറച്ച് വന്ന് കയറി കത്ത് കിടക്കുക. ഈ സമയത്ത് ആരെങ്കിലും പെറുക്കിക്കൊണ്ട് പോയി കറി വെക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. നമ്മൾ പെറുക്കിയിട്ടിട്ട് കാര്യമില്ല. നമ്മൾ പെറുക്കിയിട്ട് നമ്മൾ എല്ലായിടത്തും ഒരുപാട് സമയമാകും. ഇപ്പോൾ ആരെങ്കിലും കൊണ്ടുപോയി ഒരു 10-11 മണിക്ക് മുന്നേ കറി വെക്കുവാണെങ്കിൽ നല്ല അടിപൊളിയാണ്. ചത്തതേ ഉള്ളൂ. ചെമ്മീനും കൊഞ്ചുമൊക്കെ കൂടുതലും പാടത്തിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ചത്താ കിട്ടുന്നത് കേട്ടോ. ജീവനുള്ളതൊന്നും അങ്ങനെ, ജീവനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ കാര്യം പറയാൻ കേട്ടോ. നമുക്ക് കിട്ടുന്ന ചത്തായിരിക്കും. രാത്രി ഓട്ടക്കാർ
നമുക്ക് പോയി കഴിഞ്ഞ് നൂഡിൽസുകളൊക്കെ കിടക്കുന്നുണ്ടോന്ന് നോക്കിയത്. ഈ കണ്ടത്തിൽ വരെയാണ് നൂഡിൽസുകളൊക്കെ മൊത്തം. ഇന്നലെ കണ്ട മീൻ ഇപ്പം ഈ ചാനലൊന്നും ഒന്നുമില്ല കേട്ടോ. മീനൊന്നും കാണുന്നില്ല, കാരണം മീൻ മാറി. നമ്മളാ കാണുന്ന സമയത്ത് നമ്മൾ പിടിച്ചില്ലെങ്കിൽ പിന്നെ കാണത്തില്ല. ഇന്നലെ പിന്നെ നമ്മുടെ സഹോദരനൊക്കെ കുറേ പിടിച്ച്, എന്നാലും അതിൻ്റെ ഇരട്ടി മീൻ പിന്നെ നിൽക്കുമായിരുന്നു. പക്ഷെ അതെല്ലാം എങ്ങോട്ട് പോയെന്ന് പോലും അറിയാൻ പറ്റും. ഇപ്പം ഞങ്ങൾ തപ്പി വന്നിട്ട് ഒരെണ്ണം പോലും കയ്യിൽ കാലെല്ലാം മുട്ടിയില്ല. ഇല്ലെങ്കിൽ ഈ കല്ലുകെട്ടിൻ്റെ അകത്തൊക്കെ നല്ല വിടവുള്ളയാണ് ചത്ത് കിടക്കുന്നുണ്ട്. നമ്മളെന്തൊക്കെ തടവല ഇറക്കി വിട്ടേക്കും കേട്ടോ. കരിമീൻ വെള്ളത്തിൽ വല്ലതും ഉണ്ടെങ്കിൽ പുറകെ പോകണ്ട. നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, അപ്പോൾ അപ്പുറം ഇപ്പുറം തന്നെ വലി നടക്കത്തുള്ളൂ. കാരണം വലയുണ്ടെങ്കിൽ അടുക്കൂടെ ഒഴിഞ്ഞു പോണത് വന്ന് ഈ വല തട്ടും. ആ വള്ളം പുറമോട്ട് വെള്ളാൻ മേലായിരുന്നു, ആ സൈഡിൽ ചേർന്ന് വരുവാ ആ വല. വെള്ളം അഴിച്ചും പുറമോട്ട് വെള്ളം, അല്ലാതെ കെട്ടിയിട്ടിരിക്കുന്ന വെള്ളം തള്ളിയിരുന്നു. നമ്മൾ വലയുടെ പറ്റിയായി കേട്ടോ. ഇനിയിപ്പോൾ ഈ വല 2 വല അങ്ങനെ പൊക്കമൊന്നും കണ്ടില്ല. ഇതൊന്ന് നോക്കി ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോന്ന് ഒന്ന് പിടിച്ചു നോക്കി. അത് വിട്ടേക്ക്, കല എടുത്തു. ഇത് കരിമീൻ കിടക്കുന്നുണ്ട്. കരിമീൻ വരെ ചത്തുപോയി. ഇത് നമ്മുടെ പാലയെല്ലാം പോങ്ങി, പക്ഷെ പൊടിമീനൊന്നും വലിയ കാര്യമായിട്ടൊന്നും കണ്ടില്ല കേട്ടോ. ഇല്ല, അതൊരു കൊമ്പൻ അല്ലേ, ആ ചാടി ഇതണ്ട. ആ ഉള്ളം വരെ ഒന്ന് ഇത് ഒരു ചെറുകൊമ്പൻ. ൂളിയ രണ്ട് കൊമ്പനല്ലേ, ചൊല്ലിക്കത് നമുക്ക് 2 കൊമ്പനല്ല ഈ വല വലിച്ചിട്ട്. ചാടിപ്പോയായിരുന്നു കേട്ടോ ഈ ടൈപ്പ് കൊമ്പൻ. അതല്ലേ ഉള്ളൂ, ബാക്കി കാമത്തുമല്ലേ. ഇത് മുള്ളം കണ്ണിയായത് കേട്ടോ, മുള്ളം കണ്ണി. എന്താ നമ്മളിവിടെ ഒരു വല നോക്കി വെച്ചാൽ നമ്മൾ ഇവിടുന്ന് വിട്ടേക്ക് കേട്ടോ. അപ്പുറം മംഗലം കായലിലേക്കില്ല, ആ കായലിലേക്ക് നമ്മൾ പോകും, ആ തറയിലേക്ക്. ഇതിൻ്റെ അപ്പുറം ഒരു തറയുണ്ട്, അങ്ങോട്ട് പോകും. അപ്പം നമുക്ക് ഇവിടുന്ന് കിട്ടിയത് ഈ 2 കൊമ്പനേ ഉള്ളൂ കേട്ടോ, 2 കൊമ്പൻ. ഇനിയിപ്പോൾ അങ്ങോട്ട് വിട്ടേക്കുക.
നമ്മളിപ്പോഴേ മംഗലത്തി കേട്ടോ, മംഗലത്തി ഈ താഴ്ചത്തറയ്ക്ക. തപ്പിട്ട് കുഞ്ഞ് കാണുന്നുണ്ടോ? കിട്ടി. ആണോ? വലുതാ അതോ മുട്ടയാ? ആ സബ്സ്ക്രൈബേഴ്സ് ആണേ. ആ അപ്പൊ ഒന്ന് വിളിച്ചപ്പോഴേ മനസ്സിലായി. അവൻ പിടിച്ച കരിമീന് ചത്തിരിക്കുക കേട്ടത്. കിടപ്പിക്കണത് പിളപ്പിക്ക. നമ്മളെ ഇവിടെ നമ്മളിവിടെ പറ്റുവല ഇവിടെ കുത്തി കേട്ടാ. പറ്റുവല കുത്തി നമ്മളിപ്പോൾ ഇല്ല താഴത്തുനിന്ന് മോട്ടറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വല വലിച്ചു കൊണ്ടുവരാൻ പോകും. പുളിയൊക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ, വല എത്ര ഇറക്കുന്നുള്ളു. ആ വല എടുത്തോണം. വല അവരുടെ കുഴി കഴിഞ്ഞ കുഴി കഴിഞ്ഞെങ്കിൽ അങ്ങോട്ട് ചേരും, ഞാൻ വല വിട്ട് വരാം. ഇതൊന്ന് അഴിച്ചോട്ടെ. നമ്മളെ വലയപ്പെല്ലാം മോട്ടോർ അവിടെ നിന്ന് വലിച്ച് നമ്മൾ ഇത്രയും പോഷനായിട്ട് നമ്മൾ ഉള്ളുമ്പോൾ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ തൂളിയൊക്കെ ഒന്ന് ഒറ്റ ചാടി പോകുന്നുണ്ട്. തൂളിയും കുറുവാക്കുന്നുമില്ല. കുറേശ്ശെ വിടാവുള്ളെന്ന്. ഇല്ലേ ഇനി അണ്ണനും കുറച്ച് കയ്യലങ്ങോട്ട് നോക്ക്, വല്ല ഉണ്ടോന്ന് നോക്ക് അതിൻ്റെ സൈഡിൽ. നമ്മുടെ ഒരു വാള ചാടിപ്പോയി നമ്മൾ ഒതുക്കി വന്നിട്ട്. വള്ളത്തിനാണ് അപ്പം ഇത് അപ്പൻ്റെ കാൽച്ചോട്ടി ഒരു കരിമീൻ വെള്ളത്തിൽ കിടക്കുന്നത്. ആ കരിമീൻ വെള്ളത്തിനൊക്കെ അങ്ങോട്ട് നമ്മൾ ഇവിടുന്ന് ഒതുക്കി അങ്ങോട്ട് പോവുക. അവിടെ ഇപ്പം ഒതുക്കുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് ഒതുക്കി അങ്ങോട്ട് പോകും. തൂടി നല്ല കൊമ്പൻ ഒന്ന് രണ്ടും പുറം ചാടിപ്പോയി. സ്ഥലത്തിൽ പെറുക്കാനുള്ളേ ഉള്ളു അല്ലേ, ആ ഒരു മാറേ ഉള്ളു. ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് മറിച്ചാൽ മതിയോ ഈ വലയിലേക്ക്? അതോ പെറുക്കാമോ?
പേർക്ക് നമ്മൾ പുള്ളിക്കകത്ത് ഇടും ഒരുമാതിരി വലുതല്ല. ഇത്ര ഉള്ള ചാടിപ്പോയി കേട്ടോ. മുളങ്ങനെ രാവിലെ ഇങ്ങോട്ട് വന്ന പരിപാടി നടക്കുമെന്ന് തോന്നുന്നല്ലേ. ആരാണ് കുറുവ അവിടെ ഒന്ന് പൊട്ടിക്കാൻ മകനം നിർത്തി ചെമ്പല്ലി പള്ളത്തി പേർക്ക് കിടന്നു. ചെമ്പല്ലി വലിയ വെള്ളത്തിൽ പെറുക്കി കളയാം കമട്ട. പിടിച്ചേ എന്നാ പിടി. ചെമ്പല്ലി എന്നെടുക്കട്ടെ. ചെറുക്കാനല്ല ആ കച്ചാലും
പടിഞ്ഞോട്ട് വെപ്പാൻ പോയി കേട്ടോ. ഞാൻ ഇവിടെ ഒരു കച്ചാലുണ്ട്, ഇവിടെ പടിഞ്ഞോട്ട് ഞാൻ ഇത് ഇവിടെ ഒരു കരിമീൻ താണതിൻ്റെ ലക്ഷണമുണ്ട്. ഇങ്ങോട്ട് നുരി വീഴുന്നുണ്ട്, നോക്കി വെച്ചും കണ്ടില്ലാത്ത ഇടിക്കുന്ന കണ്ടായിരുന്നു. അയ്യോ ഇപ്പുറത്തിറങ്ങി പോയി. ആ കരിമീൻ വെള്ളക്ക മൊത്തം ചെറുക്കാനല്ല ആ കച്ചാല് പടിഞ്ഞോട്ട് വെപ്പാൻ പോയി കേട്ടോ. ഞാൻ ഇവിടെ ഒരു കച്ചാലുണ്ട്, ഇവിടെ പടിഞ്ഞോട്ട് ഞാൻ ചെറിയ പള്ളത്തിയാണ്. ഒരു പാല എന്താ നമ്മുടെ ഈ കണ്ടത്തിൻ്റെ കച്ചാലി കിടക്കുന്നത്. ഇപ്പം അപ്പന് ഒരെണ്ണം പിടിച്ചിപ്പം കലത്തിലിട്ട് അപ്പം എൻ്റെ പാലൊക്കെ ഇടിച്ചൊരെണ്ണം പുറമോട്ട് മാറിയല്ലോ. അപ്പം ഇത് വെക്കാൻ പറ്റത്തില്ല, അതല്ല പ്രശ്നം. ഇത്രയും വലിയ കരിമീനായതുകൊണ്ട് നിക്കറ ചെടിയാ പോയപ്പോ ഇത് പുറേ ചാടി. എന്ത് അപ്പം പറഞ്ഞ ഏതാ ആ അപ്പൊക്കത്തുണ്ടോ? ഓടി ഓടി കയറുന്നുണ്ട്. അങ്ങനെ നമുക്ക് അപ്പൊ ഇപ്പൊ ഒരെണ്ണം മുട്ടിയില്ല. പിന്നെ എത്ര കരിമീന. ഇതിൻ്റെ അപ്പുറത്ത് കച്ചാലുണ്ടോ? ഇല്ല. ആ ഇവിടെ ഒരെണ്ണമുണ്ട്. ഇപ്പൊ നമ്മളിപ്പം നമ്മുടെ അപ്പിയ കാൽക്കുഴി വന്നാ കേട്ടോ. ഇത് അപ്പൻ്റെ ഇങ്ങോട്ട് പോയ കാൽക്കുഴി ഉണ്ടാക്കുന്നേ നടക്കത്തുള്ളൂ. എന്നാ അതന്നെ അണ്ണ ഇല്ല അതന്നെ ആ കലയിങ് കളിക്ക പള്ളത്തിൽ രണ്ടെണ്ണം ഒരു പോലെ കെട്ട് കയറി കാല ഒന്ന് പോയതുണ്ട്. അപ്പം ഇല്ല കരിമീൻ പോകണം. എൻ്റെ പുറകിലൊന്നറിയിക്കും ഒരെണ്ണം എൻ്റെ കാലം മുട്ടി ഇവിടം വരെ വന്നു. ഇല്ല ആ പൂവിൻ്റെ അവിടെ ഇങ്ങോട്ട് തപ്പിക്കും. ആ ഇങ്ങോട്ട് തപ്പും, ഇങ്ങോട്ട് തപ്പും, ഇങ്ങോട്ട് തപ്പും. ഒരെണ്ണം ഇങ്ങനെ അങ്ങോട്ട് പയ്യെ വന്നായിരുന്നു. നല്ല കരിമീൻ. ഞാൻ ഇതിനെ പിടിച്ചപ്പം കാലിൻ്റെ അടി ഓടി ഇങ്ങ് പോകണം. കണ്ട ഇല്ല ഒന്നോ എൻ്റെ നെഞ്ചാൻ കൂടിയിട്ടൊരു ഇടി ഇടിച്ചെന്നത് ഓർമ്മ. അത് തിരിഞ്ഞ് എന്നിട്ട് ഇങ്ങോട്ട് ഇടിച്ചു. ഇടിച്ചത് ഇതല്ല, ഇത് ചെറുതാ. ഇടിച്ചത് വലുതാ. ഇടിച്ചത് തന്നെ അണ്ണാ അണ്ണ അണ്ണ എൻ്റെ നെഞ്ചത്ത് വന്നോ അണ്ണ അണ്ണാ അത് ഇങ്ങോട്ട് നോക്കിയോ വയ്യ. കണ്ട ഇല്ല പൊങ്ങിയാന്ന് തോന്നുന്നു. നെഞ്ചത്ത് വന്ന് കയറി ഇറങ്ങി. ചെമ്പല്ലി
നമ്മൾ കരിമീൻ തപ്പുന്നതുകൊണ്ടാണ് നമ്മൾ ചെമ്പല്ലിനെ ഇപ്പോൾ ഉപേക്ഷിച്ച് കേട്ട്. എൻ്റെ പൊന്നെ ഇടിച്ച് പുറമോട്ട് പോയത് ഭയങ്കര കരിമീൻ. ഇത് അതൊന്ന് തുറന്ന് ഇതിട്ടേക്കാം. എടുത്തോട്ട് ഒന്ന് കഴിയൊക്കെ വെളുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അത് തൂളിയാണ് ആ ഓടുന്നു. ആ എന്നാ എന്നാ ഇത് തന്നെ ആയിരുന്നു എന്നാ കരിമീനല്ലേ? നോക്ക് ഇല്ലല്ല വെള്ളമില്ല. ഇനി എവിടെ പോകാൻ? അത്ര ഭാഗത്ത് എവിടെയെങ്കിലും കാണും. ഇങ്ങോട്ട് ചാലിലേക്ക് ഇറങ്ങിയ പയ്യ എനിക്ക് ഞാൻ ഈ ആമ്പകളൊന്ന് ചേർത്ത് വെക്കട്ടെ പയ്യ. എന്താ നോക്കട്ടെ? മുങ്ങട്ടെ. ആ മുങ്ങി ഞാനും മുങ്ങുക. അങ്ങോട്ട് വന്നു കരിമീൻ. കരിമീൻ പിന്നെ അങ്ങോട്ട് വന്നു. ഇല്ല അടച്ചു പിടിച്ചിരിക്കുകയാണോ അപ്പുറം? ആ ഒന്നുകൂടെ. ആ ഓക്കെ. മോട്ടിൽ കലഞ്ഞു വരച്ച് ഒന്നുകൂടെ നോക്കി ഇടട്ടെ. ഉണ്ടോ? കഴിഞ്ഞോ? ഇനി ഞാൻ ആമ്പൊന്ന് മാറ്റിയിട്ട് നോക്കാം. ഓ അത് കഴിഞ്ഞ് നോക്ക്. ഇല്ല ഇല്ല മൂന്നെണ്ണോ കിട്ടിയത്. ഇപ്പൊ മേലോട്ട് തന്നെ അപ്പൊ അല്ലേ? കരിമീൻ കാണ്ട നല്ല തപ്പാൻ പറ്റിയ ജാലായിരുന്നു. നല്ല ചെളിയുണ്ട്. ചെളി ഒരു പൂളാണ്. പൂളാന്തി ഓ ഓ ഓ അത് പോലടാ. നമ്മളിപ്പം തപ്പിയെടുത്ത കരിമീൻ കേട്ടോ. മനസ്സാകത്തല്ലോ നമ്മളിവിടെ വെച്ച വലയിലാണ് ഈ ഈ വല വേണം അല്ലേ? കരത് കൊള്ളും. പക്ഷേ വാളച്ചാടാൻ നോക്കണം. ഓക്കെ
കെട്ടി നമ്മളിവിടെ കയറും കേട്ടോ. അപ്പം നമുക്കിതിൽ ആ കൊച്ചുകാലത്തിന് ഒരു കിലോ മീനുണ്ട്, പിന്നെ നമ്മുടെ വള്ളത്തെ 2 വാളയും കിടപ്പുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കയറും. ഇനിയിപ്പം അപ്പുറം ഒരു തൂമ്പും കൂടി ഉണ്ട്, അവിടെ അങ്ങനെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. ഇതിപ്പോഴേ ഈ ട്രാക്ടർ അടിക്കാൻ വേണ്ടി ഇത് നിർത്തിയിട്ടിരിക്കുന്നു. നമ്മൾ നേരത്തെ ഇട്ട വാള ഉച്ച കിടക്കുന്നത്. കൊമ്പൻ കൊമ്പൻ എന്താ തള്ളട്ടെ.